ഹലോ വെൽക്കം ബാക്ക് ടു സൈലന്റ് ലേണിംഗ്. ജെസി ആണ്, ജിതിൻ സാറാണ് സംസാരിക്കുന്നത്. മക്കളെ, നമുക്കറിയാം എക്സാമിന് ഇനി കുറച്ച് ദിവസങ്ങൾ മാത്രമാണ് നമുക്ക് മുമ്പിലുള്ളത്. ഈ ഒരു പഠിക്കുന്ന വേളയിൽ നിങ്ങൾക്കറിയാം ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമുക്ക് വരുന്ന ഒരു ചാപ്റ്റർ ആണ്, അല്ലെങ്കിൽ നമ്മളൊക്കെ തന്നെ എക്സ്പീരിയൻസ് ചെയ്തിട്ടുള്ള വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മുടെ ഡെയിലി ലൈഫുമായിട്ട് അല്ലെങ്കിൽ നമ്മുടെ ജീവിതവുമായിട്ട് വലിയ തരത്തിലേക്ക് ബന്ധമുള്ള ഒരു ചാപ്റ്ററിലെ പ്രധാനപ്പെട്ട ചോദ്യങ്ങളും അതിൻ്റെ ഉത്തരങ്ങളുമാണ് ഞാൻ ഇന്ന് നിങ്ങൾക്ക് മുമ്പിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. മക്കളെ, നിങ്ങൾക്കറിയാം പ്രധാനമായിട്ട് 2018 എന്ന് പറയുന്ന ഒരു വർഷം ഞാൻ പറഞ്ഞാൽ മതി, നിങ്ങളുടെ മനസ്സിലേക്ക് അത് വരും. മറ്റൊന്നുമല്ല, 2018 കേരളത്തിലുണ്ടായിരുന്ന മഹാപ്രളയം തന്നെ അല്ലേ. ഇത്തരത്തിലേക്കുള്ള പ്രളയത്തിനെ കുറിച്ചും അതുപോലെ തന്നെ പ്രകൃതി പ്രതിഭാസങ്ങളെ കുറിച്ചൊക്കെ പഠിക്കുന്ന പ്രധാനപ്പെട്ട ഒരു ചാപ്റ്ററാണ് ആസ് ദ ടൊറൻഷ്യൽ റെയിൻസ് പോർഡ് ഡൗൺ, അല്ലെങ്കിൽ പേമാരി പെയ്തിറങ്ങിയപ്പോൾ എന്ന് പറയുന്ന ചാപ്റ്റർ. ഈ ചാപ്റ്ററിനകത്ത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചോദ്യങ്ങളും അതിൻ്റെ ഉത്തരങ്ങളുമാണ് നമ്മൾ ചെയ്യുന്നത് ഇന്നത്തെ ക്ലാസ്സിനകത്ത് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ മക്കളെ, നമുക്ക് നോക്കാം എന്തൊക്കെ ചോദ്യങ്ങളാണ് ഇതിനകത്ത് വരിക, അതിൻ്റെ ഉത്തരങ്ങൾ നമുക്ക് ഡിസ്കസ് ചെയ്യാം. മക്കളെ, ആദ്യത്തെ ചോദ്യം എന്ന് പറഞ്ഞാൽ സിമ്പിൾ ചോദ്യമാണ്. ചിലപ്പോൾ 2-3 മാർക്കിനൊക്കെ തന്നെ നിങ്ങൾക്ക് ചോദിക്കാൻ സാധ്യതയുള്ള ചോദ്യമാണ്. ചോദ്യം ഇതാണ്, മക്കൾ നോക്കിയോളൂ. റൈറ്റ് എനി എക്സാമ്പിൾസ് ഓഫ് നാച്ചുറൽ ഫിനോമിന. മക്കൾ ശ്രദ്ധിക്കണം, പ്രധാനമായിട്ട് അവിടെ ചോദിച്ചിട്ടുള്ള ചോദ്യം എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും പ്രകൃതി പ്രതിഭാസങ്ങൾക്ക് ഉദാഹരണങ്ങൾ എഴുതാനാണ് ചോദിച്ചത്. പ്രകൃതി പ്രതിഭാസങ്ങൾക്ക് ഏതെങ്കിലും ഉദാഹരണങ്ങൾ. അപ്പോൾ മക്കളെ, നിങ്ങൾക്ക് അറിയാം ഏതൊക്കെയാണ് പ്രകൃതി പ്രതിഭാസത്തിന് ഉദാഹരണം. ഈ പറഞ്ഞ എർത്ത് കേക്ക് ഉണ്ട്, വോൾക്കാനിക് എറപ്ഷൻസ് ഉണ്ട്, ഭൂകമ്പമുണ്ട്, അഗ്നിപർവ്വത ഇതുപോലെ തന്നെ സ്ഫോടനങ്ങളുണ്ട്, സുനാമീസ്, അതുപോലെ സീ സർജസ്, ഈ പറഞ്ഞ സുനാമി ഉണ്ട്, കടൽക്ഷോഭങ്ങളുണ്ട്, സ്റ്റോംസ്, കൊടുങ്കാറ്റുണ്ട്, ടൊറൻഷ്യൽ റെയിൻസ് അല്ലെങ്കിൽ പേമാരി ഉണ്ട്, അതുപോലെ തന്നെ കൊടും വരൾച്ചയുണ്ട്, സെവർ ഡ്രോട്ട് ഉണ്ട്, സെവർ കോൾഡ് ഉണ്ട്, അതിശൈത്യമുണ്ട്. ഇതെല്ലാമാണ് നമ്മൾ കാണുന്ന പ്രധാനപ്പെട്ട പ്രകൃതി പ്രതിഭാസങ്ങൾ, അല്ലെങ്കിൽ ഈ പറയുന്ന നാച്ചുറൽ ഫിനോമിന എന്ന് എന്ത് ചെയ്യാം മക്കൾ മനസ്സിലാക്കി വെക്കുക. ഓക്കെ, അപ്പോൾ ഇത് റെഡിയാണല്ലോ. ഇനി മക്കളെ നോക്കണം, ഇതിനകത്ത് വരുന്ന അടുത്ത പ്രധാനപ്പെട്ട ചോദ്യം എന്താണ്? നിങ്ങൾ നോക്കിയോളൂ, പ്രകൃതി പ്രതിഭാസത്തിലേക്ക് ഒരു എക്സാമ്പിൾസ് കൂടി ഞാൻ എന്ത് ചെയ്യാണ് നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ. പ്രധാനമായിട്ട് ഫ്ലഡൊക്കെ നിങ്ങൾ കണ്ടു കേട്ടോ. ഫ്ലഡും അതുപോലെ തന്നെ ടൊറൻഷ്യൽ റെയിനും ഇതുപോലെ തന്നെ പേമാരിയും, അതുപോലെ തന്നെ നിങ്ങൾ കാണാം അഗ്നിപർവ്വത സ്ഫോടനങ്ങൾ അല്ലേ, അഗ്നിപർവ്വത സ്ഫോടനങ്ങൾ കാണാം, അതുപോലെ എർത്ത് കേക്ക് കാണാം, കണ്ടില്ലേ എർത്ത് കേക്ക് നിങ്ങൾ കാണുന്നുണ്ട്. അതുപോലെ തന്നെ മക്കൾ ഇതാ അവിടെ കാണുന്നുണ്ട്, ഈ പറഞ്ഞ ഡ്രോട്ട് കാണുന്നുണ്ട് അല്ലേ, ഈ പറഞ്ഞ വരൾച്ച കാണുന്നുണ്ട്. ഇതൊക്കെ നിങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട്, കാണുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ മക്കളെ, ഇനി അടുത്ത ചോദ്യം നിർബന്ധമായിട്ടും ഇത് പഠിച്ചിരിക്കണം, കാരണം ചോദിക്കാൻ സാധ്യതയുണ്ട്. കാരണം ഇങ്ങനെ ഈ ഒരു ചാപ്റ്ററിന്റെ പ്രത്യേകത എന്താണെന്ന് മക്കളെ, ഇതിലെ ചോദ്യങ്ങളൊക്കെ തന്നെ നമ്മൾ ശരിക്കും ബൈഹാർട്ട് ചെയ്യേണ്ട ആവശ്യമില്ല. കാരണം 2018 പ്രളയമൊക്കെ തന്നെ ഇതിന്റെ പ്രശ്നങ്ങളൊക്കെ തന്നെ അനുഭവിച്ചിട്ടുള്ള ആളുകളാണ് നമ്മൾ. അപ്പോൾ നമുക്ക് കുറേ എണ്ണം തന്നെ നമ്മുടെ ലൈഫിൽ നിന്ന് തന്നെ എടുത്ത് എഴുതാൻ പറ്റുന്ന ഒരു ചാപ്റ്റർ കൂടിയാണ് ഇത് എന്നുള്ളത് മക്കൾ മനസ്സിലാക്കുക. അടുത്ത ചോദ്യം എന്ന് പറഞ്ഞാൽ മക്കളെ ശ്രദ്ധിച്ചോളൂ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ്. പിടിച്ചോ നിങ്ങൾക്ക് അവിടെ കാണാൻ പറ്റുന്നുണ്ട്. How did flood caused by the torrential rains in August 2018 affected the lives of people in Kerala? അപ്പോൾ മക്കളെ, ചോദ്യം ഇതാണ്. 2018 ഓഗസ്റ്റിൽ പെയ്ത അല്ലെ, ഇതാ ചോദ്യം നിങ്ങൾ നോക്ക്. 2018 ഓഗസ്റ്റിൽ പെയ്ത പേമാരിയെ തുടർന്ന് തുടർന്നുണ്ടായ വെള്ളപ്പൊക്കം കേരളത്തിലെ ജനജീവിതത്തെ എങ്ങനെ ബാധിച്ചു എന്ന് പറയുന്ന ഒരു ചോദ്യമാണ്. മക്കളെ, ഈ രീതിയിലേക്ക് എന്ത് ചെയ്യും, കേരളത്തിനകത്ത് പ്രധാനമായിട്ട് സംഭവിച്ച ഈ ഒരു വിപത്തിന്റെ ഒരു പ്രധാനമായിട്ട് ഇതുമായി ബന്ധപ്പെട്ട ഒരു ചോദ്യം ഇങ്ങനെ എന്ത് ചെയ്യാം, പ്രതീക്ഷിക്കാം. 2018 പ്രളയം നമ്മുടെ കേരളത്തിനെ എങ്ങനെയാണ് ബാധിച്ചത് എന്നാണ് നമുക്ക് ചോദിച്ചത്. അതിനകത്ത് എങ്ങനെയൊക്കെയാണ് ബാധിച്ചതെന്നുള്ളത് ഞാൻ പറഞ്ഞല്ലോ. നിങ്ങളൊന്നും ഇതുപോലെ തന്നെ എന്ത് ചെയ്യേണ്ട, ഇത് ബൈഹാർട്ട് പഠിക്കേണ്ട. നമ്മൾ അന്ന് നടന്ന കാര്യങ്ങളൊക്കെ ഇതാതി നിങ്ങൾ ഓർത്താൽ മതി. അതിൽ ഒന്നാമത്തെ നിങ്ങൾ നോക്കിയാൽ മതി. ദ റെയിൻസ് ദാറ്റ് ലാഷ്ഡ് കേരള ബിറ്റ്വീൻ ജൂൺ 2018 ആൻഡ് ആഗസ്റ്റ് 2018 വേർ മച്ച് മോർ ദാൻ ദ നോർമൽ. അപ്പോൾ മക്കളെ, നിങ്ങൾക്കറിയാം 2018 പ്രളയം എന്ന് പറഞ്ഞാൽ സാധാരണ നമുക്കൊക്കെ പെയ്യുന്ന മഴ അല്ലേ, സാധാരണ നമുക്ക് പെയ്യുന്ന ജൂൺ ജൂലൈ ഓഗസ്റ്റ് മാസങ്ങളിലൊക്കെ പെയ്യുന്ന മഴയേക്കാളൊക്കെ എത്രയോ ഇരട്ടിയാണ് എന്ത് ചെയ്യുന്നത്, ആ സമയത്ത് നമുക്ക് എന്ത് ചെയ്യുന്നത്, മഴ പെയ്തിട്ടുണ്ടായിരുന്നു അല്ലേ. അപ്പോൾ അത് തന്നെയാണ് ഇത് പ്രധാനമായിട്ടുള്ളത്. സാധാരണ പെയ്യുന്ന മഴയേക്കാൾ കൂടുതൽ മഴ പെയ്തിട്ടുണ്ട്. ഇത് 14 ജില്ലകളിൽ 13 എണ്ണത്തിലും ഗണ്യമായ വെള്ളപ്പൊക്കത്തിലേക്ക് എന്ത് ചെയ്തിട്ടുണ്ട്, നയിച്ചിട്ടുണ്ട്. അതാണ് ഇത് രണ്ടാമത്തെ പോയിന്റ് ആയിട്ട് നമുക്ക് എന്ത് ചെയ്യുന്നത്, പറയാൻ പറ്റുന്നത്. അപ്പോൾ മക്കളെ അവിടെ പറയുന്നുണ്ട്, ദിസ് കോസ്ഡ് കൺസിഡറബിളി ഫ്ലഡിങ് ഇൻ ഔട്ട് ഓഫ് 14 ഡിസ്ട്രിക്ട്. അപ്പോൾ 13 സ്ഥലത്തും എന്ത് ചെയ്യുന്നുണ്ട്, വെള്ളം കയറിയിട്ടുണ്ട്. അടുത്ത നിങ്ങൾ നോക്കിയാൽ ദ ഡാമേജ് ആൻഡ് ഡിസ്ട്രക്ഷൻ കോസ്ഡ് ബൈ ദ ഫ്ലഡ് ഇൻ 2018 ക്യാൻ ബി നെവർ റിയലി എസ്റ്റിമേറ്റഡ്. അപ്പോൾ മക്കളെ, 2018 പ്രളയത്തിൽ നമുക്ക് സംഭവിച്ചിട്ടുള്ള പ്രധാനപ്പെട്ട നാശനഷ്ടങ്ങളല്ലേ, ആ നാശനഷ്ടങ്ങളുടെ കണക്ക് ഒരിക്കലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, നമുക്ക് കറക്റ്റായിട്ട് പറയാൻ പറ്റില്ല. കാരണം ഒരിക്കലും നമുക്ക് ആ നഷ്ടങ്ങൾ കണക്കാക്കാൻ പറ്റില്ല. കാരണം അത്രയേറെ നഷ്ടങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട്, നമുക്ക് ഉണ്ടായിട്ടുണ്ട്. അതാണ് പറഞ്ഞത്. നെക്സ്റ്റ് വൺ മക്കൾ നിങ്ങൾ നോക്ക്. എല്ലാ മേഖലയിലും അതിൻ്റെ വിനാശകരമായ സ്വാധീനം ചെലുത്തി അല്ലേ, 100 കണക്കിന് ജീവൻ എന്ത് ചെയ്തു, അപഹരിച്ചിട്ടുണ്ട് അല്ലേ. ഒരുപാട് ആൾക്കാർ എന്ത് ചെയ്തിട്ടുണ്ട്, ഈ ഫ്ലഡിനകത്ത് എന്ത് ചെയ്തിട്ടുണ്ട് മക്കളെ, മരിച്ചിട്ടുണ്ട് അല്ലേ. നിങ്ങൾക്ക് അവിടെ കാണാൻ പറ്റും, ഒരുപാട് ആളുകൾ എന്ത് ചെയ്തിട്ടുണ്ട്, ഈ ഫ്ലഡിനകത്ത് മരിച്ചിട്ടുണ്ട്. പിടിച്ചോളൂ, അവിടെ പറയുന്നുണ്ട്, നിങ്ങൾ നോക്കിയോളൂ, നോക്ക്. സോ നിങ്ങൾക്ക് അവിടെ കാണാം, ഇറ്റ് ഹാഡ് എ ഡിവാസ്റ്റീവ് എഫക്ട്സ് ഓൺ ദ ഓൾ സെക്ടേഴ്സ്. അതേപോലെ തന്നെ നോക്ക്, ഇറ്റ് ടുക്ക് എ
away hundreds of lives അല്ലേ. അതുകൂടാതെ നോക്കുക മക്കളെ, the land environmental as well as the life forms including man were subjected to flood അല്ലേ. അത് കൂടാതെ മക്കളെ നിങ്ങൾക്ക് പ്രധാനമായിട്ട് അവിടെ കാണാൻ വേണ്ടി പറ്റുന്നുണ്ട് 2018 പ്രളയത്തിൽ നമ്മുടെ ഭൂമി അതുപോലെ തന്നെ നമ്മുടെ പരിസ്ഥിതി ഉൾപ്പെടെയുള്ള എല്ലാ ജീവജാലങ്ങളും എന്ത് ചെയ്യുന്നുണ്ട്, വെള്ളപ്പൊക്കത്തിന് വിധേയമായിട്ടുണ്ട്. അതുകൂടാതെ മക്കളെ നോക്കിയാൽ മതി, അതിൽ പ്രധാനമായിട്ട് നിങ്ങൾ കാണാം ദ അഗ്രികൾച്ചർ സെക്ടർ വാസ് ഹോലി എഫക്റ്റഡ് ബൈ ദ ഫ്ലഡ്. അപ്പം മക്കൾ ശ്രദ്ധിക്കണം, ഈ 2018 പ്രളയത്തിനകത്ത് നമ്മുടെ കാർഷിക മേഖല എന്ത് ചെയ്യുന്നുണ്ട്, വലിയ തരത്തിലേക്ക് എന്ത് ചെയ്യുന്നുണ്ട്, ഇത് ബാധിച്ചിട്ടുണ്ട് അല്ലേ. അപ്പോൾ ഈ പ്രളയം കാർഷിക മേഖലയെ പൂർണ്ണമായി ബാധിച്ചു. അതുപോലെ നമ്മുടെ ഭൂമിയും പരിസ്ഥിതിയും മനുഷ്യനുൾപ്പെടെയുള്ള എല്ലാ ജീവജാലങ്ങളും എന്ത് ചെയ്യുന്നു, ഇതിനെ പ്രധാനമായിട്ട് ഇതിൻ്റെയൊക്കെ ഭാഗമായിട്ടുണ്ട്. അപ്പം മനുഷ്യൻ മാത്രമല്ല എല്ലാ ആൾക്കാരും എന്ത് ചെയ്യുന്നുണ്ട്, ഇതിൻ്റെ ഭാഗമായിട്ടുണ്ട് അല്ലേ. അപ്പോൾ ഇത്രയും പ്രധാനപ്പെട്ട ചോദ്യങ്ങളൊക്കെ നിങ്ങൾ എന്ത് ചെയ്യണം, പഠിച്ചിരിക്കണം. ഇനി അതുകൂടാതെ ഇനി നെക്സ്റ്റ് ഇതാ നിങ്ങൾ നോക്കിക്കോളൂ, കുറച്ച് ചിത്രങ്ങൾ കാണാം. 2018 പ്രളയത്തിനകത്തുള്ള കുറച്ച് ചിത്രങ്ങൾ നമ്മളെയൊക്കെ തന്നെ ഈ ഒരു ചിത്രമൊക്കെ നമ്മളെ ഓർമ്മിപ്പിക്കില്ലേ. നമുക്കറിയാം ഇതൊക്കെ നേരിട്ട് കണ്ടിട്ടുള്ള മക്കളൊക്കെ ആയിരിക്കും എൻ്റെ മുൻപിലുള്ളത്. ഇത് കാണുന്ന ഭൂരിപക്ഷം ആൾക്കാരും ഇതൊക്കെ അനുഭവിക്കുകയോ അല്ലെങ്കിൽ നേരിട്ട് കാണുകയോ അല്ലെങ്കിൽ ഈ വാർത്താ മാധ്യമങ്ങളിലൂടെയൊക്കെ തന്നെ ലൈവായിട്ടൊക്കെ കണ്ടിട്ടുള്ള ആളുകളാണ് എന്ന് എനിക്കറിയാം. അതേപോലെ തന്നെ മക്കളെ നിങ്ങൾ നോക്കിക്കോളൂ, നിങ്ങൾക്ക് അവിടെ കാണാൻ പറ്റുന്നുണ്ടല്ലേ, ഒരുപാട് ആൾക്കാരൊക്കെ തന്നെ വീടൊക്കെ നഷ്ടപ്പെട്ട ആൾക്കാരൊക്കെ തന്നെ അഭയാർത്ഥി ക്യാമ്പുകളിലൊക്കെ കഴിഞ്ഞതൊക്കെ മക്കൾക്ക് ഓർമ്മയുണ്ടാവും അല്ലേ. അങ്ങനെയാണെങ്കിൽ മക്കളെ ഇതുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് നെക്സ്റ്റ് ഒരു ക്വസ്റ്റ്യൻ ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിയോളൂ, അടുത്ത ക്വസ്റ്റ്യൻ നോക്ക്. അതാ ചോദ്യം നോക്ക്, ഹൗ ഡിഡ് യുവർ സൊസൈറ്റി പാർട്ടിസിപ്പേറ്റ് ഇൻ ദ റെസ്ക്യൂ ഓപ്പറേഷൻ ഡ്യൂറിങ് ദ ഫ്ലഡ്സ്. അപ്പോൾ മക്കളെ അടുത്ത പ്രധാനപ്പെട്ട ചോദ്യം എന്ന് പറഞ്ഞാൽ ചോദ്യം ഇതാണ്, ഇതാ നോക്കിക്കോളൂ. പ്രളയകാലത്ത് നിങ്ങളുടെ സമൂഹം എങ്ങനെയാണ് രക്ഷാപ്രവർത്തനങ്ങളിൽ പങ്കെടുത്തത്. ഈ പ്രളയകാലത്ത് നമ്മുടെ ഈ ഫ്ലഡിൻ്റെ സമയത്ത് നമ്മൾ ഈ പറയുന്ന നമ്മുടെ സൊസൈറ്റി, നമ്മുടെ സമൂഹം എങ്ങനെയൊക്കെ രക്ഷാപ്രവർത്തനത്തിലാണ് പങ്കെടുത്തത്. മക്കളെ നമുക്കറിയാം ഈ പറയുന്ന നമ്മുടെ സമൂഹത്തിനകത്ത് ഒട്ടുമിക്ക ആളുകളും ഇതിൻ്റെയൊക്കെ തന്നെ രക്ഷാപ്രവർത്തനത്തിനകത്ത് എന്ത് ചെയ്യുന്നുണ്ട്, പങ്കെടുത്തിട്ടുണ്ട് അല്ലേ. നമ്മുടെ സൊസൈറ്റിക്കകത്തുള്ള ഒരുപാട് ആൾക്കാർ ഈ റെസ്ക്യൂ ഓപ്പറേഷൻസിന് എന്ത് ചെയ്തിട്ടുണ്ട്, പങ്കെടുത്തിട്ടുണ്ട്. അപ്പോൾ അവരുടെയൊക്കെ ഒരു കോൺട്രിബ്യൂഷൻ എന്തൊക്കെയായിരുന്നു എന്നുള്ളതാണ് മക്കൾ എന്ത് ചെയ്യുന്നത്, നമുക്ക് ഇതിനകത്ത് നോക്കേണ്ടത്. അതിനകത്ത് ഫസ്റ്റ് വൺ നോക്ക്, ദ പബ്ലിക് എസ്റ്റാബ്ലിഷ്മെന്റ്സ് ഇൻക്ലൂഡിംഗ് സ്കൂൾസ് പ്രൊവൈഡഡ് അസ്യൂലം ടു ദോസ് റഷിംഗ് ഔട്ട് ദർ ഡ്രോണിംഗ് ഹൗസസ്. മക്കളെ നിങ്ങൾക്കറിയാം പ്രധാനമായിട്ടും സ്കൂളുകൾ ഉൾപ്പെടെയുള്ള പ്രധാനപ്പെട്ട പൊതു സ്ഥാപനങ്ങളെല്ലാം തന്നെ ഈ പറഞ്ഞ മുങ്ങിക്കിടന്ന വീടുകളിലൊക്കെ തന്നെ പുറത്തേക്ക് വന്നിട്ടുള്ള ആളുകൾക്ക് ഒരു അഭയ കേന്ദ്രമായിട്ട് എന്ത് ചെയ്യാണ്, മാറുകയാണ് ചെയ്തത് അല്ലേ. നിങ്ങൾക്കറിയാം സ്കൂളുകൾ, അതുപോലെ തന്നെ ചർച്ചുകൾ, പള്ളികൾ, അമ്പലങ്ങൾ, ഇതെല്ലാം തന്നെ എന്താണ് ഇങ്ങനെയുള്ള അഭയ കേന്ദ്രമായിട്ട് എന്ത് ചെയ്യാണ്, മാറുകയാണ്. അതാണ് ഇത് ഒന്നാമതായിട്ട് നമുക്ക് എന്ത് ചെയ്യാനുള്ളത്, പറയാനുള്ളത് അല്ലേ. സ്കൂളുകളൊക്കെ അഭയം നൽകിയിട്ടുണ്ട്. അതുപോലെ നോക്ക് മക്കളെ, നാട്ടുകാരും അവരുടെ പ്രതിനിധികളും ഉദ്യോഗസ്ഥരും അവരെ സഹായിച്ചിട്ടുണ്ട്. ഈ പ്രളയത്തിൽ അകപ്പെട്ട ആൾക്കാരെ സഹായിക്കാൻ വേണ്ടി ആരൊക്കെ ഉണ്ടായിരുന്നു മക്കളെ, നാട്ടുകാരുണ്ടായിരുന്നു അല്ലേ. ആരൊക്കെ ഉണ്ടായിരുന്നു, ഇതാ നോക്കിക്കോളൂ, ലോക്കൽ പീപ്പിൾ ഉണ്ടായിരുന്നു. അതുപോലെ അവരുടെ റെപ്രസെൻറ്റേറ്റീവ്സ്, ഈ പറഞ്ഞ അവരുടെ MLA-മാരും MP-മാരും വാർഡ് മെമ്പർമാരും അടക്കമുള്ള ആൾക്കാരുണ്ടായിരുന്നു. അതുപോലെ തന്നെ ഒഫീഷ്യൽസ്, ഗവൺമെൻറ് ഒഫീഷ്യൽസ് അവരുടെ കൂടെ ഉണ്ടായിരുന്നു അല്ലേ. അതൊക്കെ നമുക്കറിയാം. ഇനി അത് മാത്രമാണ്, അവർ മാത്രമാണ് ഉള്ളത് അല്ല മക്കളെ, നോക്കിയാൽ മതി. As flood rose, uncontrollable limits, Army, Navy and Air Force swing into action. അപ്പോൾ മക്കളെ ശ്രദ്ധിക്കണം, അന്ന് ഈ നാവികസേനയും അതുപോലെ വ്യോമസേനയും ഒക്കെ തന്നെ എന്ത് ചെയ്യുന്നുണ്ട്, കരസേനയൊക്കെ തന്നെ ഈ പ്രവർത്തനത്തിൽ എന്ത് ചെയ്യുന്നുണ്ട്, ഏർപ്പെട്ടിട്ടുണ്ട്. എല്ലാവർക്കും അറിയുന്നതാണ് അല്ലേ, വെള്ളം പൊങ്ങിയ സ്ഥലത്ത് അവിടെയൊക്കെ തന്നെ വന്നിട്ടുണ്ട്. അതുകൂടാതെ നോക്ക്, ഡിഫറെൻറ്റ് ഡിപ്പാർട്ട്മെൻറ്റ്സ് ആൻഡ് ഒഫീഷ്യൽസ് അണ്ടർ ദ ഗവൺമെൻറ് ഓഫ് കേരള. അതുകൂടാതെ നമുക്കറിയാം കേരള ഗവൺമെൻറ്റിൻ്റെ അണ്ടറിലുള്ള വിവിധ വകുപ്പുകൾ, അതിലെ സർക്കാർ ഉദ്യോഗസ്ഥന്മാർ, ഇവരൊക്കെ തന്നെ ഓരോ സ്ഥലങ്ങളും എന്ത് ചെയ്തിട്ടുണ്ട്, തമ്പടിച്ചിട്ട് ഇവർ ഈ പ്രവർത്തനങ്ങളിലൊക്കെ തന്നെ എന്ത് ചെയ്യുന്നുണ്ട്, ഏർപ്പെട്ടിട്ടുണ്ട്. മക്കളെ അതാ അവിടെ പറയുന്നുണ്ട്, നോക്കിക്കോളൂ കേട്ടോ. പ്രധാനമായിട്ടും നാവികസേന, അതുപോലെ കരസേന, വ്യോമസേന ഇവരെത്തി പ്രവർത്തിച്ചിട്ടുണ്ട്. സർക്കാർ, ഈ പറഞ്ഞ കേരള സർക്കാരിൻ്റെ നേതൃത്വത്തിൽ എന്ത് ചെയ്യുന്നുണ്ട്, അവരുടെ പ്രധാനപ്പെട്ട വകുപ്പുകളും ഉദ്യോഗസ്ഥന്മാരും എന്ത് ചെയ്യുന്നുണ്ട്, കഠിനാധ്വാനം ചെയ്തിട്ടുണ്ട്. ഇതൊക്കെ നമുക്കറിയാം അല്ലേ. ഇനി നെക്സ്റ്റ് വൺ മക്കളെ നിങ്ങൾ നോക്കുക, വെള്ളപ്പൊക്കത്തിനെ വ്യത്യസ്തമായി നേരിട്ട് കൊണ്ടുള്ള ആൾക്കാരായിരുന്നു ആര്, മത്സ്യത്തൊഴിലാളികൾ അല്ലേ. മത്സ്യത്തൊഴിലാളികളുടെ വലിയൊരു കോൺട്രിബ്യൂഷനും നമുക്ക് എന്ത് ചെയ്യണം, ഓർത്ത് വെക്കണം. അതുകൊണ്ട് തന്നെയാണ് മത്സ്യത്തൊഴിലാളികളെ നമ്മൾ അന്ന് വിളിച്ചത് കേരളത്തിൻ്റെ സ്വന്തം സൈന്യം എന്നാണ് അവരെ വിശേഷിപ്പിച്ചത്. മത്സ്യത്തൊഴിലാളികളെ നമ്മൾ വിശേഷിപ്പിച്ചതാണ് ഇത് കേരളത്തിൻ്റെ സ്വന്തം സൈന്യം എന്നുള്ളത് കേട്ടോ. അപ്പോൾ മക്കൾ അവിടെ നോക്കിക്കോളൂ, അവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ട്. സോ ആരാണ്, ഫിഷർമെൻ ആണ് അല്ലെങ്കിൽ മത്സ്യത്തൊഴിലാളികളാണ്. സോ അവരെ നമ്മൾ വിളിച്ചിരുന്ന പേര് ദ ആർമി ഓഫ് കേരള അല്ലേ. കേരളത്തിൻ്റെ സ്വന്തം സൈന്യം എന്ന് എന്ത് ചെയ്തു, നമ്മൾ അവരെ വിളിച്ചിട്ടുണ്ടായിരുന്നു അല്ലേ, ആര്, മത്സ്യത്തൊഴിലാളികളെ എന്നുള്ളതാണ്. ഇനി മക്കളെ നിങ്ങൾ നോക്കിയാൽ മതി, പ്രധാനമായിട്ടും ആ കാലഘട്ടത്തിനകത്ത് ഓണം അല്ലേ, ഓണത്തിൻ്റെ ഒരു ടൈം ഉണ്ടായിരുന്നു. അന്ന് നിങ്ങൾ നോക്കിയാൽ മതി, ഈ പറയുന്ന വെള്ളം കയറാത്ത സ്ഥലങ്ങളിലൊക്കെ ഉണ്ടായിരുന്ന വലിയ ദുരിതമൊന്നും അനുഭവിക്കാതെ ഇരുന്ന ആളുകളൊക്കെ തന്നെ അവർ എന്താണ്, അവരുടെ ഓണം സെലിബ്രേഷൻ പോലും എന്ത് ചെയ്തു, മാറ്റിവെച്ചു. ആ പൈസ പോലും എന്ത് ചെയ്തു, മറ്റുള്ളവർക്ക് വേണ്ടി സഹായിക്കാൻ തീർന്നിട്ടുണ്ട്. ദ പീപ്പിൾ ഫ്രം അൺഅഫക്റ്റഡ് റീജിയൻസ് ഹെൽപ്ഡ് ദ വേസ്റ്റ് സഫേഴ്സ് ഇൻ ക്യാഷ് ആൻഡ് കൈൻഡ് ഓഫ് അവോയ്ഡിങ് ഓണം സെലിബ്രേഷൻ. അപ്പോൾ നിങ്ങൾ നോക്കിയാൽ മതി, ആ പ്രധാനമായിട്ട് അന്ന് ഇതുപോലെ തന്നെ ഓണം സെലിബ്രേഷൻ പോലും എന്ത് ചെയ്തു, ഈ പറയുന്ന കേരളത്തിലുള്ള ജനങ്ങൾ
എന്ത് ചെയ്തു, മാറ്റിവെച്ചു. ദുരിതബാധിതരെ സഹായിക്കാൻ വേണ്ടി ഓണാഘോഷം പോലും എന്ത് ചെയ്തു, അവർ മാറ്റിവെച്ചിട്ടുണ്ട്. ഇനി മക്കളെ നിങ്ങൾ നോക്കേണ്ടത്, ദുരിതബാധിതരെ സഹായിക്കാൻ ലോകമെമ്പാടുമുള്ള മലയാളികൾ എന്ത് ചെയ്തു, സഹായിച്ചിട്ടുണ്ട്. ലോകത്തുള്ള എല്ലാ ആൾക്കാരും എന്ത് ചെയ്തിട്ടുണ്ട്, നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് അല്ലേ. നമുക്ക് വലിയൊരു സഹായങ്ങളുമായിട്ട് ലോകത്തുള്ള എല്ലാ മലയാളികളും എന്ത് ചെയ്യുന്നുണ്ട്, വന്നിട്ടുണ്ട് എന്ന് നമുക്ക് കാണാൻ പറ്റുന്നില്ലേ. സോ ദ കേരളീറ്റീസ് ഫ്രം ഓൾ ഓവർ ദ വേൾഡ് അല്ലേ, ലോകത്തുള്ള എല്ലാ ആൾക്കാരും കേരളത്തിലുള്ള മലയാളികളെ സഹായിക്കാൻ വേണ്ടി വന്നിട്ടുണ്ട്. അതുകൂടാതെ നമുക്ക് മക്കളെ, സോ നമ്മൾ പറയേണ്ട വേറൊരു പ്രധാനപ്പെട്ട ആൾക്കാരാണ് കേരള യൂത്ത്. സോ ദ കേരള യൂത്ത് വാസ് നോട്ടീസബിൾ ഇൻ റെസ്ക്യൂ ഓപ്പറേഷൻസ്, റിലീഫിംഗ് ക്യാമ്പ് ആസ് വെൽ ആസ് ഇൻ ദ കളക്ഷൻ ഓഫ് വെയർഹൗസിംഗ് ഓഫ് റിസോഴ്സസ് ടു സഫർ. അപ്പോൾ മക്കളെ അതൊക്കെ പോലെ തന്നെ നമുക്ക് പറയേണ്ട വേറൊരു എടുത്തു പറയേണ്ട ആളുകളാണ് ആ കാലഘട്ടത്തിൽ വലിയ രക്ഷാപ്രവർത്തനത്തിലും എല്ലാത്തിലും ഉൾപ്പെട്ടിട്ടുണ്ടായിരുന്ന കേരളത്തിലെ യുവാക്കൾ, അല്ലെങ്കിൽ യുവത്വം എന്ന് പറയുന്നത് അല്ലേ. യുവത്വം എന്ന് പറഞ്ഞാൽ മക്കളെ ശ്രദ്ധിക്കുക, യുവാക്കൾ അന്ന് ദുരിതാശ്വാസ ക്യാമ്പുകൾ, അതുപോലെ തന്നെ രക്ഷാപ്രവർത്തനത്തിൽ, അതുപോലെ ദുരിതബാധിതരെ സഹായിക്കാൻ വേണ്ടി വിഭവങ്ങൾ ശേഖരിക്കുന്നതിൽ, ഇതിലൊക്കെ തന്നെ ആരുണ്ടായിരുന്നു, യൂത്ത് ഉണ്ടായിരുന്നു. അപ്പോൾ മക്കളെ ഇത്തരത്തിലേക്ക് ഒരുപാട് ആളുകളുടെ വലിയ ഒരു പങ്കാളിത്തം ഈ പറഞ്ഞ 2018 ഫ്ലഡിൽ നമ്മളെ സഹായിക്കാൻ ഉണ്ടായിരുന്നു എന്ന് മക്കൾ മനസ്സിലാക്കി വെക്കുക. അതൊക്കെ തന്നെയാണ് കേരളത്തിലെ ആ സമയത്തുള്ള രക്ഷാപ്രവർത്തനത്തിലൊക്കെ തന്നെ നമ്മൾ മുന്നിട്ട് നിന്നത് അല്ലേ. അപ്പോൾ നമ്മളൊക്കെ എല്ലാത്തിനും മാതൃകയായിരുന്നു. അപ്പോൾ ഇതൊക്കെ മക്കളെ നിർബന്ധമായിട്ടും ഈ എക്സാമിന് വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ മക്കളെ ഇത്രയുമാണ് നമ്മുടെ ഈ ഒരു പ്രധാനപ്പെട്ടിട്ടുള്ള ചാപ്റ്റർ ആയിട്ടുള്ള നിന്ന് നമുക്ക് ഇന്നത്തെ ക്ലാസ്സിനകത്ത് പറയാനുള്ളത്. മക്കളെ ഇത് മാത്രമല്ല, ഇനിയും ഇത്തരത്തിലേക്കുള്ള ഒരുപാട് നിങ്ങൾക്ക് എക്സാമിന് ചോദിക്കാൻ സാധ്യതയുള്ള ചോദ്യങ്ങളും അതിൻ്റെ ഉത്തരങ്ങളുമായിട്ടൊക്കെ തന്നെ ഇനിയും ഞങ്ങൾ എന്ത് ചെയ്യും, ഇതിനകത്ത് വരും മക്കളെ. കൂടാതെ നമ്മുടെ പബ്ലിക് ലൈവിനകത്തൊക്കെ ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് എന്താണോ എക്സാമിന് വേണ്ടത് അതൊക്കെ നമ്മൾ എന്ത് ചെയ്യും, ഡിസ്കസ് ചെയ്യും. ഇനിയുള്ള ഓരോ പബ്ലിക് ലൈവുകളും ഓരോ വീഡിയോകളും കൃത്യമായിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം, അത് നിങ്ങൾ ഫോളോ അപ്പ് ചെയ്യണം. അത് മാത്രമല്ല എനിക്ക് പറയാനുള്ളത്, ഈ ഒരു വീഡിയോയെക്കുറിച്ച് നിങ്ങളുടെ കമൻറ്റുകളും കാര്യങ്ങളും താഴെ നിങ്ങൾ എന്ത് ചെയ്യണം, കമൻറ്റ് ബോക്സിൽ നിങ്ങൾ രേഖപ്പെടുത്തണം. കൂടാതെ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ അവർ പെട്ടെന്ന് തന്നെ പോയിട്ട് എന്ത് ചെയ്യാം, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. സോ മക്കൾസ് എല്ലാ ആൾക്കാർക്കും താങ്ക് യു സോ മച്ച്. താങ്ക് യു. സോ കാണാം. ബൈ.